بسم الله الرحمن الرحيم ബിസ്മി നാമത്തിൽ അല്ലാഹി അല്ലാഹുവിൻ്റെ അർ-റഹ്മാനി പരമകാരുണികൻ അർ-റഹീം കരുണാനിധി പരമകാരുണികനും കരുണാനിധിയുമായ അല്ലാഹുവിൻ്റെ നാമത്തിൽ تبارك الذي بيده الملك وهو على كل شيء قدير വചനം 1. തബാറക, നന്മ, ഗുണം, മഹത്വം, മേന്മ ഏറിയിരിക്കുന്നു. അല്ലദീ, യാതൊരുവൻ, ബിയദിഹി, അവന്റെ കയ്യിലാണ് അഥവാ കൈവശമാണ്, അൽ മുൽക്ക്, രാജത്വം അഥവാ ആധിപത്യം, വഹുവ അവൻ, അലാ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും, ഖദീർ, കഴിവുള്ളവനാണ്. രാജാധിപത്യം യാതൊരുവന്റെ കൈവശമാണോ അവൻ നന്മ അഥവാ മഹത്വം ഏറിയവനാകുന്നു. അവൻ എല്ലാ കാര്യത്തിനും കഴിവുള്ളവനുമത്രേ. الذي خلق الموت والحياة ليبلوكم أيكم أحسن عملا وهو العزيز الغفور വചനം 2. അല്ലദീ ഖലഖ, സൃഷ്ടിച്ചവൻ, അൽ മൗത വൽ ഹയാത്ത, മരണവും ജീവിതവും, ലിയബ്ലുവക്കും, നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി, അയ്യുക്കും, നിങ്ങളിൽ ഏതൊരുവനാണ് അല്ലെങ്കിൽ ആരാണ്, അഹ്സനു, അധികം നല്ലവൻ എന്ന്, അമല, പ്രവൃത്തി അഥവാ കർമ്മം, വഹുവൽ അസീസ്, അവനത്രേ പ്രതാപശാലി, അൽ ഗഫൂർ, വളരെ പൊറുക്കുന്നവൻ. നിങ്ങളിൽ ആരാണ് കൂടുതൽ നല്ല പ്രവൃത്തി ചെയ്യുന്നവരെന്ന് നിങ്ങളെ പരീക്ഷണം ചെയ്യാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവൻ. അവനത്രേ വളരെ പൊറുക്കുന്നവനായ പ്രതാപശാലി. വചനം 1-ന്റെയും 2-ന്റെയും വിശദീകരണം. അഖില വസ്തുക്കളുടെയും ഭരണാധിപതിയും സർവശക്തനുമായ അല്ലാഹു എല്ലാവിധ നന്മയും എല്ലാ മഹൽ ഗുണങ്ങളും വർദ്ധിച്ചവനാണ് എന്ന മുഖവുരയോടുകൂടിയ പ്രാരംഭവചനത്തിനു ശേഷം അതിന്റെ കാരണം അല്ലെങ്കിൽ വിശദീകരണം എന്നോണം വമ്പിച്ച ചില യാഥാർത്ഥ്യങ്ങളെക്കുറിച്ച് പ്രസ്താവിക്കുന്നു. കേവലം ശൂന്യാവസ്ഥയിലായിരുന്ന മനുഷ്യൻ ഒരിക്കൽ ഒരു ജീവിയായി ഭൂമിയിൽ പിറക്കുന്നു. അല്പകാലത്തിനു ശേഷം അവന്റെ ജീവിതം അവസാനിച്ച് അവൻ മരണമടയുകയും ചെയ്യുന്നു. രണ്ടും മനുഷ്യന്റെ ആവശ്യപ്രകാരമോ അവന്റെ ഉദ്ദേശമനുസരിച്ചോ അവന്റെ പ്രവർത്തനം കൊണ്ടോ അല്ല സംഭവിക്കുന്നത്. രണ്ടും അല്ലാഹു കണക്കാക്കുന്നതും അവന്റെ പ്രവർത്തനം കൊണ്ടുണ്ടാകുന്നതുമത്രേ. അപ്പോൾ ഈ ജീവിതത്തിന്റെ ലക്ഷ്യം എന്തായിരിക്കും അല്ലെങ്കിൽ എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കുന്നതും അല്ലാഹു തന്നെ ആവാനേ നിവർത്തിയുള്ളൂ. മരണത്തോടുകൂടി മനുഷ്യജീവിതം അവസാനിക്കുന്നില്ല. ഒടുക്കമില്ലാത്ത മറ്റൊരു ജീവിതത്തിലേക്കുള്ള പ്രയാണമാണ് ഐഹിക ജീവിതം. ആ ജീവിതത്തിലേക്കുള്ള പ്രവേശനമാണ് മരണം. ആ ജീവിതം സുഖകരമാകുന്നതിന് ആവശ്യമായ സമ്പത്ത് തയ്യാറാക്കുകയത്രേ ഈ താൽക്കാലിക ജീവിതത്തിന്റെ ലക്ഷ്യമായി അല്ലാഹു നിശ്ചയിച്ചിരിക്കുന്നത്. ഈ ലക്ഷ്യം പ്രാപിക്കുന്നതിൽ ഓരോരുത്തനും എത്രമാത്രം വിജയിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ പരാജയപ്പെട്ടിട്ടുണ്ട് എന്ന് തിട്ടപ്പെടുത്തുന്നത് അവന്റെ മരണത്തോടു കൂടിയായിരിക്കും. അപ്പോൾ മരണവും ജീവിതവും ഏർപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളിൽ വെച്ച് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവർ ആരൊക്കെയാണെന്ന് പരിശോധിക്കാൻ വേണ്ടിയാണെന്ന് അല്ലാഹു പറഞ്ഞതിന്റെ താൽപര്യം വ്യക്തം തന്നെ. പ്രവർത്തനത്തിന്റെ അവസരം ജീവിതകാലമാണെങ്കിലും അതിനു വിരാമമിടുന്നതും അതിനെ വിലയിരുത്തുന്നതും മരണത്തോടു കൂടിയാണ്. പരീക്ഷണഫലം തൃപ്തികരമാണെങ്കിൽ സിദ്ധിക്കുവാനിരിക്കുന്ന സൗഭാഗ്യവും അല്ലെങ്കിലുണ്ടാകുന്ന ദൗർഭാഗ്യവും അവർണ്ണനീയമാകുന്നു. ആ നിലക്ക് ജീവിതത്തെക്കാൾ മനുഷ്യന് ചിന്താവിഷയമായിരിക്കേണ്ടത് അവന്റെ മരണമാണെന്ന് പറയേണ്ടതില്ല. ആദ്യം മരണത്തെക്കുറിച്ചും പിന്നീട് ജീവിതത്തെക്കുറിച്ചും അല്ലാഹു പ്രസ്താവിച്ചതും ഇതുകൊണ്ടായിരിക്കാം. അല്ലാഹുവിനറിയാം. എല്ലാ രഹസ്യ പരസ്യങ്ങളും അറിയുന്ന സർവജ്ഞനാണല്ലോ അല്ലാഹു. എന്നിരിക്കെ
പരീക്ഷണഫലം എന്തായിരിക്കുമെന്ന് അറിയാത്തതുകൊണ്ടല്ല അവൻ പരീക്ഷണം നടത്തുന്നതെന്ന് സ്പഷ്ടമാകുന്നു. ഇഹത്തിൽ വച്ച് ഓരോരുത്തനും യഥാർത്ഥത്തിൽ സ്വീകരിക്കുന്ന നിലപാട് എന്തായിരിക്കുമെന്ന് പ്രത്യക്ഷത്തിൽ വെളിപ്പെട്ട് കാണുവാനും അതിന്റെ അടിസ്ഥാനത്തിൽ ഓരോരുത്തന്റെയും പേരിൽ നടപടിയെടുക്കുവാനും വേണ്ടിയാകുന്നു അത്. അടുത്ത വചനത്തിൽ മറ്റൊരു യാഥാർത്ഥ്യം അല്ലാഹു ചൂണ്ടിക്കാട്ടുന്നു.